ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിൻ്റെ പുതിയൊരു വീഡിയോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളാണ്. മെഗാസ്റ്റാർ മമ്മൂട്ടി ലാലേട്ടൻ കൂട്ടിൽ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമുള്ള പാട്രിയോട്ട് മൂവിയുടെ അപ്ഡേറ്റുകൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജയസൂര്യയുടെ വരാനിരിക്കുന്ന വമ്പൻ ചിത്രമാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റും. അതോടൊപ്പം തന്നെ തുടരുമെന്ന് പറയുന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം തരുൺമൂർത്തി ലാലേട്ടൻ ഒന്നിക്കുന്ന ചിത്രങ്ങളുടെ അടക്കം ഒരുപാട് ചിത്രങ്ങളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തിയേറ്ററുകളിൽ വിജയകരമായിട്ട് പ്രദർശനം തുടരുന്ന ചിത്രമാണ് നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ സർവമായ എന്ന് പറയുന്ന സിനിമ. ഡിസംബർ റിലീസായിട്ട് എത്തിയ ചിത്രമായിരുന്നു സർവമായ. ക്രിസ്മസിന് ഡിസംബർ 25 തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറുകയാണ്. നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദൻ തുടങ്ങിയവരുടെ കേന്ദ്ര കഥാപാത്രമാക്കി അഖിൽ സത്യനെ അണിയിച്ചൊരുക്കിയ ചിത്രം 4 ആഴ്ചയിലും കേരളത്തിൽ നമ്പർ 1 ആയിട്ട് വിജയ തുടർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 24 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ 138 കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ടും കേരള ബോക്സ് ഓഫീസിന് ചിത്രം ഏകദേശം 72 കോടി രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രം വൻ വിജയമായിട്ട് മാറുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വാഴ 2 എന്ന് പറയുന്ന സിനിമയുടേതാണ്. വാഴ എന്ന് പറയുന്ന സിനിമ 2024 പുറത്തിറങ്ങിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം ആനന്ദ് മേനോനായിരുന്നു ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നീട് ചിത്രത്തിന്റെ 2ാം ഭാഗം അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 2ാം ഭാഗത്തിന്റെ അപ്ഡേറ്റുകൾ ലഭ്യമായിരിക്കുകയാണ്. 2ാം ഭാഗം ഡയറക്റ്റ് ചെയ്യുന്നത് ആനന്ദ് മേനോനല്ല, മറിച്ച് നവാഗതനായ സവിൻ എസ് ആണ് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്തിന് തിരക്കഥ രചിച്ച ബിപിൻ ദാസിനെയാണ് 2ാം ഭാഗവും തിരക്കഥ രചിച്ചിരിക്കുന്നത്. അൽഫോൺസ് പുത്രൻ, സുധീഷ്, വിജയ് ബാബു തുടങ്ങിയവരും ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുന്ന സോഷ്യൽ മീഡിയ താരം യാഷിർ തന്നെയാണ്. എന്തൊക്കെയാണ് ആദ്യ ഭാഗത്തിലെ ആൾക്കാരും ഈ ഒരു സിനിമയിൽ അണിനിരക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചിത്രം എത്താൻ പോകുന്നത്? ഈ വരുന്ന ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ഒഫീഷ്യൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട്. അതേ ദിവസം തന്നെയാണ് മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ എത്താൻ പോകുന്നത്. എന്തൊക്കെയാണ് ദൃശ്യം 3-കൊപ്പം ക്ലാഷ് വെക്കാൻ ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിത്രം എത്രത്തോളം മികച്ചൊരു ചിത്രമാകുന്നു കണ്ടു തന്നെ അറിയേണ്ടി വരും. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മമ്മൂട്ടി അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രത്തിൻ്റെതാണ്. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ്. ഇതുവരെ ചിത്രത്തിന് പേരിട്ടിട്ടില്ല. തകഴി ശിവശങ്കരപിള്ളയുടെ 2 ഇടങ്ങഴി എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ സിനിമ നിർമ്മിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ നയൻതാരയായിരിക്കും നായികയായിട്ട് എത്താൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബേബി ഗേൾ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടേതാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രമാണ് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് സർവമായ എന്ന് പറയുന്ന സിനിമയുടെ വിജയ തുടർച്ചയിൽ നിൽക്കുന്ന നിവിൻ പോളിക്ക് മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ട് ബേബി ഗേൾ എന്ന് പറയുന്ന സിനിമ. നിവിൻ പോളി, ലിജോമോൾ ജോസ്, ജാഫ്രിഡിക്ക്, അസീസ് നെടുമങ്ങാട്, അതിഥി രവി, സംഗീത് പ്രതാപ്, അഭിമന്യു തിലകൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി അരുൺ വർമ്മ KP ആണ് ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ റിസ്റ്റി സ്റ്റീഫൻ അണിയിച്ചിരിക്കുന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്ന ബോബി സഞ്ജയ് ടീമാണ്. അതൊക്കെയാണ് ചിത്രം മികച്ചൊരു വിജയമായിട്ട് മാറാനുള്ള സാധ്യതകളെല്ലാം തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലർ തന്നെ നമുക്ക് ചിത്രത്തിൻ്റെതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചിത്രം റിലീസിനെത്താൻ പോകുന്നത് ഈ വരുന്ന ജനുവരി മാസം 23-ാം തീയതിയാണ്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ടുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. മാർക്കോ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിൻ്റെതായിട്ട് വരാൻ പോകുന്ന ചിത്രമായതുകൊണ്ട് തന്നെ മലയാള സിനിമാ പ്രേമികൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നത്. ചിത്രത്തിൽ ആന്റണി വർഗീസ് പെപ്പയ്ക്കൊപ്പം തന്നെ തുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് ദുഹാൻ, ഭരത് തിവാരി, ജഗദീഷ് സിദ്ദിഖ് തുടങ്ങി മലയാളത്തിലും തമിഴിലെ ഹിന്ദിയിലും ബോളിവുഡിലെ അടക്കം വമ്പൻ താരനിരയെ അണിനിരക്കുന്നുണ്ട്. പോൾ ജോർജാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചിത്രം വൻ വിജയങ്ങളായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചിത്രം റിലീസിനെത്താൻ പോകുന്നത് മെയ് മാസം 14-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ടീസറിന് മികച്ച അഭിപ്രായങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റ് ആണ്. ജനനായകൻ എന്ന് പറയുന്ന സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ വിജയ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു. കാരണം വിജയുടെ സിനിമാ കരിയറിലെ അവസാനത്തെ ചിത്രമായിരുന്നു ജനനായകൻ എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. വിനോദാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായത്. ജനുവരി മാസം 9-ാം തീയതി പൊങ്കൽ റിലീസായിട്ട് തിയേറ്ററിലോട്ട് എത്തുന്നു പറഞ്ഞ ചിത്രമായിരുന്നു. പ്രീസൈഡിലൊക്കെ റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കി ചിത്രത്തിൽ എന്നാൽ സെൻസർ ബോർഡ് തിരിച്ചടികൾ നേരിടുകയായിരുന്നു. വിചാരിച്ച ദിവസം ചിത്രത്തിന് തിയേറ്ററിലോട്ട് എത്താൻ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്ന് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ചിത്രത്തിന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി അണിയറ പ്രവർത്തകർ സുപ്രീം കോർട്ടിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി
കേസ് നടക്കുന്ന സാഹചര്യത്തിൽ സെൻസർ ബോർഡ് ഹൈക്കോടതി നൽകിയ പരാതിയെ തുടർന്ന് റിലീസ് മാറ്റിവെക്കുകയായിരുന്നു. നിർമ്മാതാക്കൾ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോർട്ടിൽ കേസ് നടക്കുന്നതിനാൽ അവിടെ തന്നെ വിധി പറയണമെന്നാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരി 20 വീണ്ടും ഹൈക്കോർട്ടിൽ ഈ ഒരു കേസ് നടക്കാൻ പോകുന്നത്. അന്ന് തന്നെ ചിത്രത്തിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിധി പറയണമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നത്തേന് ചിത്രം റിലീസിലെത്തുന്ന ജനുവരി 20 ഹൈക്കോർട്ടിന്റെ വിധി അനുസരിച്ച് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണ് തുടരു എന്ന് പറയുന്ന വമ്പം വിജയത്തിന് ശേഷം തരുൺമൂർത്തി രാരട്ടിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് 365 എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രത്തിന്റെ കഴിഞ്ഞ ദിവസം സ്വിച്ച് ഓൺ കർമ്മവും പൂജയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. രാരട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ഈ ഒരു സിനിമയ്ക്കായിട്ട് വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിൽ നായികയായിട്ട് മീര ജാസ്മിൻ എത്തുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചിത്രത്തിന്റെ പ്രീ വർക്കുകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിത്രം അടുത്ത വർഷത്തോടുകൂടി തന്നെ തിയേറ്ററിലോട്ട് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണെങ്കിൽ കത്തനാർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രത്തിൻ്റെതാണ്. ജയസൂര്യയുടേതായിട്ട് അണിയറയിൽ ഒരുക്കുന്ന വമ്പൻ ചിത്രമാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ. ചിത്രം ഷൂട്ടിംഗ് തുടങ്ങി ഏകദേശം 3 വർഷത്തോളമായി. വമ്പൻ ബഡ്ജറ്റിൽ ഒരുക്കുന്ന ഏകദേശം 100 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഹോം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത റോജിൻ തോമസ് ആണ്. വമ്പൻ താരനിരയിൽ തന്നെയാണ് കത്തനാർ എന്ന് പറയുന്ന സിനിമ ഒരുങ്ങുന്നത്. ജയസൂര്യ, അനുഷ്ക ശെട്ടി, പ്രഭുദേവ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രത്തിൽ ഗസ്റ്റ് റോളിൽ ഡയറക്ടറും എത്തുമെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിൻ്റെ ട്രീസർ അല്ലെങ്കിൽ ട്രെയിലർ ഉടൻ തന്നെ വരാൻ പോവുകയാണ്. 3 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിൻ്റെ ട്രെയിലറിൻ്റെ സെൻസർ നടപടികളൊക്കെ കഴിഞ്ഞു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സർവമായ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള അഖിൽ സത്യൻ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുകയും മികച്ച ട്രെയിലറാണെന്ന് അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ട്രെയിലറിനായിട്ട് വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കിയാണ് ദുരന്തർ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിന്ദി സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. രൺവീർ സിംഗ് കേന്ദ്ര കഥാപാത്രമെത്തിയ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ് ദുരന്തർ എന്ന് പറയുന്ന സിനിമ. ഇന്ത്യൻ സിനിമകളുടെ എക്കാലത്തെയും വലിയ വിജയത്തിലോട്ടാണ് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചിത്രം റിലീസിനെത്തി രണ്ടാമത്തെ മാസത്തിലോട്ട് കടന്നിട്ടും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷന് യാതൊരുവിധ ഇടിവും സംഭവിച്ചിട്ടില്ല. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 1300 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇതിനോടെ തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ചിത്രത്തിന് മറികടക്കാനുള്ളത് 3 ചിത്രങ്ങളായി മാത്രമാണ്. അല്ലു അർജുൻ നായകനായിട്ടുള്ള പുഷ്പ 2 ദി റൂൾ എന്ന് പറയുന്ന സിനിമ, അതോടൊപ്പം തന്നെ ബാഹുബലി 2 ദി കൺക്ലൂഷനും അമീർ ഖാൻ ചിത്രം ഡങ്കരുമാണ്. എന്തൊക്കെയാണ് ഈ ഒരു സിനിമയുടെ എല്ലാം തന്നെ കളക്ഷൻ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യാൻ ഒരുപക്ഷെ ദുരന്തർ 2 സാധിച്ചേക്കാം. 6 ആഴ്ച പിന്നീട് ചിത്രത്തിന് ഇപ്പോഴും ബോക്സ് ഓഫീസിൽ നല്ല കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കി റെക്കോർഡുകൾ മറികടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളാണ് ഇപ്പോഴത്തെ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.